നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാശില്ലെങ്കിൽ പഴയതുപോലെ ഫുഡ് ഡെലിവറിക്ക് പോണം. എനിക്കതിൽ ഒരു നാണക്കേടുമില്ല. ഏത് ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. ഇതൊക്കെ നീ ഞാനും ഇങ്ങനെ പരസ്പരം പറഞ്ഞാ മതിയോ? നിനക്കറിയാവോ, ആണുങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ പിന്നെ അവർക്കൊരുതരം ഭ്രാന്താ. അപ്പൊ ഭാമിച്ച് പറഞ്ഞു വരുന്നത് എന്താ? നമ്മളെ അമ്മയ്ക്കൊപ്പം പോയി നിൽക്കണമെന്നാണോ? അതെ, അത് നിന്റെയും കൂടി വീടാണല്ലോ, പിന്നെന്താ? ഞാൻ പറഞ്ഞില്ലേ ഭാമിച്ചി, അവിടെ അനിമാമൻ അമ്മയെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചോണ്ടിരിക്കും. വെറുതെ നമ്മളായിട്ട് എന്തിനാ അവരെ ചോദ്യം ചെയ്യാൻ പോകുന്നേ? ഇപ്പൊ തന്നെ നമ്മളിവിടെ നിന്നപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായേ? അമ്മ നല്ല അമ്മയായിരുന്നെങ്കിൽ ഭരതേട്ടന്റെ ഇന്റർവ്യൂവിന്റെ കാര്യം ഭാവനേച്ചിയോട് പോയി പറയാൻ വേണ്ടിട്ടല്ലേ ഭരതേട്ടനോട് പറയൂ. എന്നിട്ട് പറഞ്ഞോ? അപ്പോ എല്ലാവർക്കും വാശിയാണ് പ്രധാനം, അല്ലാതെ മക്കളുടെ ഭാവിയല്ല. നീ എന്ത് പറഞ്ഞാലും ഞാൻ അത് അംഗീകരിക്കില്ല. കാരണം അത് നിന്റെ അമ്മയാ. എന്നാ പിന്നെ ഭാമേച്ചിയും അബിയേട്ടനോടൊപ്പം ആലോചിച്ചിട്ട് വാ, നമുക്ക് ഒരുമിച്ച് പോവാം. നീ ഇവിടെ ഇരിക്കുക. നിനക്ക് തോന്നുന്നുണ്ടോ അബി വരുമെന്ന്? ഇപ്പൊ തന്നെ അമ്മ ഇവിടെ വന്നതിന് അബി എന്നെ ഇനി പറയാനൊന്നുമില്ല. ആണല്ലോ, സ്വന്തം വീട് വിട്ട് വാടക വീട്ടിൽ വന്ന് താമസിക്കണമെങ്കിൽ അബിയേട്ടന്റെ മനസ്സ് എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. വെറും കാശ് മാത്രം പോരെ ഭാമേച്ചി സന്തോഷത്തോടെ ജീവിക്കാൻ. അല്പം മനസ്സമാധാനം കൂടെ വേണം. നമ്മുടെ വീട്ടിൽ ഇല്ലാത്തതും അതാ. അപ്പോ നീ ഇനി ഒരിക്കലും നിന്റെ വീട്ടിലേക്ക് പോവില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെയുള്ള ധിക്കാരൊന്നും എനിക്കില്ല ഭാമേച്ചി. എന്നെക്കാൾ മുമ്പേ ആ വീട്ടിലേക്ക് കയറേണ്ടത് ഭാമേച്ചി അബിയേട്ടനോ. എന്നാലേ എനിക്ക് അവിടെ ജീവിക്കാൻ തോന്നുള്ളൂ. അത് ഈ ജന്മം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അരുന്ധതി. അത്രയ്ക്ക് വാശി അബിക്ക്. വാശിയുടെ കാര്യത്തില് അബിയേട്ടൻ അങ്ങനെയാ. ഇതുപോലെ അബിയേട്ടൻ വാശിയോടെ നിന്നതുകൊണ്ടാ ഭാമേച്ചിയായിട്ടുള്ള കല്യാണം നടന്നത്. എന്താ അതൊക്കെ ഭാമേച്ചി മറന്നുപോയോ? ഞാൻ എങ്ങനെ അതൊക്കെ മറക്കുന്നത് അരുന്ധതി? അത്രത്തോളം കണ്ണീര് ഞാൻ കുടിച്ചില്ലേ? ആണല്ലോ, അവിടെ ഭാവനേച്ചിയെ പോലൊരാൾ ഇല്ലാതിരുന്നെങ്കിലോ? ഭാമേച്ചിയുടെ അവസ്ഥ തന്നെ എന്തായിരുന്നു? അവിടെയാണ് ഞാൻ ഭാവനേച്ചി ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഇതുപോലൊരു ചേച്ചി എനിക്കും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല അരുന്ധതി. കല്യാണത്തിന് ശേഷം ഭാവനേച്ചി അമ്മയോട് എന്തുമാത്രം ഫൈറ്റ് ചെയ്തിരുന്നു. അതും ഭാമേച്ചിയുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ? എന്നിട്ടും പ്രശ്നങ്ങൾ തീർന്നോ? ഇല്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നമുക്ക് ആ വീട് പറ്റില്ലെന്ന്. നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും എത്ര ഒറ്റയ്ക്ക് ജീവിച്ചാലും മാതാപിതാക്കളും മക്കളും അവരെന്നാലും ഒന്നല്ലേ? ഉറപ്പായി. പക്ഷെ അത് ഇരു കൂട്ടരും കൂടെ ചിന്തിക്കണം. അല്ലാതെ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? ഭാമിച്ച് സമാധാനപ്പെടും. എത്ര കലങ്ങിയ വെള്ളമാണെങ്കിലും എന്തെങ്കിലും ഒരിക്കലും തെളിയുന്നതായി നമുക്ക് വിശ്വസിക്കാം. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ഭാമിച്ച് ചെല്ലേ. ഭരതേട്ടാ, ഇതെപ്പോ വന്നു? ഞാൻ കണ്ടില്ലല്ലോ. താൻ ബാമേച്ചിയോട് സംസാരിച്ചോണ്ടിരുന്നപ്പോഴാണ് ഞാൻ വന്നത്. പിന്നെന്തെന്നെ വിളിക്കാത്തെ? ബാമേച്ചിക്ക് തന്നോട് പറയാനുള്ളതെല്ലാം പറയട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാം കേട്ടല്ലേ? കേട്ടു. തനിക്ക് ബാമേച്ചി അത്ര പോലും ബുദ്ധിയില്ലെന്ന് ഞാൻ പറയൂ. ഭാമേച്ചി അതൊക്കെ പറയും. അങ്ങനെ ഇപ്പൊ എന്നെ മാത്രം അമ്മ സ്വീകരിക്കണ്ട. പിന്നെ അബേട്ടനെയും ഭാമേച്ചിയും കുഞ്ഞു മോളെയും സ്വീകരിക്കട്ടെ. എന്നിട്ട് നമുക്ക് പോവാം. ഒരു പിഞ്ചു കുഞ്ഞു ഇപ്പോ ഒരു ബന്ധുക്കളുടെയും തണലില്ലാതെ വളരുന്നത്. അതെന്താ ഭരതേട്ടൻ ചിന്തിക്കാത്തെ? നീ പറയുന്ന കേട്ടതൊന്നും ഞാൻ എന്ത് ചെയ്തെന്ന്? എടോ, നിന്റെ അമ്മയ്ക്ക് നീ അവിടെ നിന്ന് ഇറങ്ങി പോയതിലാണ് വിഷമം. അതുകൊണ്ടാ ബാമേച്ചോട് വന്ന് നിന്നെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മളെ മാത്രം അമ്മ ഇപ്പൊ സ്വീകരിക്കണം. പിന്നെ എന്നും ഇങ്ങനെ കിടന്ന് നരയിക്കാനാണോ നിന്റെ തീരുമാനം? ഞാൻ അങ്ങനെ പറഞ്ഞോ? ഇല്ലല്ലോ. ഒന്നുകിൽ നമ്മള് ഭരതേട്ടന്റെ വീട്ടിൽ പോവും, അല്ലെങ്കിൽ തൽക്കാലം ഇവിടെ നിൽക്കും. എന്റെ വീട്ടിലേക്ക് എന്തായാലും ഞാനില്ല. അങ്ങനെ ഇപ്പോ എന്റെ വില ഞാൻ അങ്ങനെ കളയുന്നില്ല. സ്വന്തം കുടുംബത്തിനുള്ളിൽ എന്തിനാ ഭരതേട്ടൻ ഇങ്ങനെ ഒരു വേർതിരിവ്? അവിടെ എങ്ങനെയാ ഭരതേട്ടന്റെ വില പോകുന്നത്? അതൊന്നും പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ല. വേണ്ട. പക്ഷെ ഞാനും ഭരതേട്ടനും മാത്രം ഒരിക്കലും എന്റെ വീട്ടിലേക്ക് പോവില്ല. എന്നാ വേണ്ട.
എനിക്ക് ജോലി കിട്ടുന്നവരെ നമുക്ക് ഇങ്ങനെ തന്നെ കഴിയാം. അതിന് നിനക്കൊരു നാണക്കേടും ഇല്ലല്ലോ. എന്തിനു നാണം കിടണം? അഭിയേട്ടൻ എന്റെ സ്വന്തം ചേട്ടനാ, ഭാമേച്ചി ഭരത്തേട്ടന്റെ ചേച്ചി. പിന്നെ എന്തിനു നാണം കിടണം? അതല്ല, ഭരത്തേട്ടന് നാണക്കേടായിട്ട് തോന്നുന്നെങ്കിൽ തൽക്കാലം ഫുഡ് ഡെലിവറിക്ക് തന്നെ പോണം. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ഭരത്തേട്ടാ, നമ്മുടെ രണ്ടാളുടെ വീട്ടിലുള്ളവരും നമുക്ക് പ്രിയപ്പെട്ടവരാ. അതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കാൻ എനിക്കിഷ്ടം. എന്നാ നടന്നു തന്നെ. ഒരിക്കലും നടക്കാത്ത കാര്യം താനീ പറഞ്ഞത്. വിചാരിച്ച നടക്കാത്തതായിട്ട് ഒന്നുമില്ല ഭരത്തേട്ടാ. നമ്മളൊക്കെ മനുഷ്യരാണെന്നുള്ള ചിന്ത മാത്രം മതി. ഞാൻ ഭരത്തേട്ടനെ സ്നേഹിച്ചത് ഭരത്തേട്ടന്റെ ക്യാരക്ടർ മാത്രം നോക്കിയിട്ടല്ല. നല്ല സ്നേഹവും സഹകരണവും ഒക്കെ ഉള്ളൊരു കുടുംബം ഭരത്തേട്ടനുണ്ടെന്ന് കരുതിയിട്ട് തന്നെയാ. എന്താ ശരിയല്ലെന്ന് തോന്നുന്നുണ്ടോ? ഞാനെന്തു പറയാൻ, താനിത് മുമ്പും പറഞ്ഞിട്ടുള്ളതല്ലേ. എന്ന് കരുതി ഭരത്തേട്ടനെ എനിക്ക് ഇഷ്ടമല്ലെന്ന് മാത്രം വിചാരിക്കല്ലേ. ഭരത്തേട്ടാ, ഞാൻ പറഞ്ഞത് കേൾക്ക്. എല്ലാം ശരിയാവും. അല്ലെങ്കിൽ ഭരത്തേട്ട നോക്കിക്കോ, 4 ആളെ പോലെ തന്നെ നമ്മളും അന്തസ്സായിട്ട് ജീവിക്കും. ഭാവന, ഇന്നെന്തോ എനിക്ക് നല്ല വിശപ്പ്. താനൊന്ന് വേഗം വാ, അവിടെ എല്ലാരും കഴിക്കാനിരിക്കുന്നു. സൂര്യ, ഒരു 2 മിനിറ്റ്, ഞാൻ ദേ ഇപ്പൊ വരാം. ഒന്ന് വെയിറ്റ് ചെയ്യാം പ്ലീസ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ അന്നേ പറഞ്ഞതാ ഒരു മാല വാങ്ങിയിട്ട് താലി അതിലേക്ക് മാറ്റാന്ന്. അപ്പൊ താനെന്താ പറഞ്ഞത്? സൂര്യയുടെ കൈകൊണ്ട് കിട്ടിയ താലിയല്ലേ, പോകുന്നിടത്തോളം പോട്ടേന്ന്. അതിനെന്താ, ഇത്രയും നാളും കിടന്നില്ലേ? ഇനി നമുക്കൊരു മാല വാങ്ങിച്ചിടാം. ആന്റിയോ അമ്മയോ അറിഞ്ഞോ പറയും സമയദോഷത്തിൻ്റെതാന്ന്. അവരൊക്കെ പഴയ ചിന്താഗതിക്കാരല്ലേ, അത്രയും പറഞ്ഞു നിർത്തിയാൽ നല്ലത്. ചിരിക്കണ്ട, ഞാനുള്ള കാര്യമാ പറഞ്ഞത്. ഒന്നാമതേ ആന്റി ആ 100 കോടിയുടെ കാര്യത്തില് ഭയങ്കരമായിട്ട് അടഞ്ഞു നിൽക്കുക. ഇനിയെങ്കിലും അതൊന്ന് സൂര്യ ഗൗരവമായിട്ട് എടുക്കണം. എവിടെയും എന്നെ ആന്റി കുറ്റക്കാരിയാക്കുന്നേ.